അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ഖുത്ബയിലെ വിഷയം ഇസ്തിഗ്ഫാറായിരുന്നു. അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളതാണ്. തൗഹീദിൻ്റെ താക്കോലാണ് ഇസ്തിഗ്ഫാർ എന്നാണ്, മിഫ്താഹു തൗഹീദ് എന്നാണ് ഖുത്ബയിൽ നമ്മോട് ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പരാമർശിച്ചത്. ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ഏക മാർഗം ഇസ്തിഗ്ഫാർ മാത്രമാണ്. മാത്രമല്ല, മുഴുവൻ പ്രവാചകന്മാരും, കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അവർ തൗഹീദ് പറയുമ്പോഴൊക്കെ അല്ലാഹു അല്ലാതെ വേറൊരാൾക്കും നിങ്ങൾ ഇബാദത്തെടുക്കരുത്, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളയല്ലാത്ത ഒരാരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് പഠിപ്പിക്കുമ്പോഴൊക്കെ തന്നെ പ്രവാചകന്മാർ പറയും ഫസ്തഗ്ഫിറൂ, ആ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണമെന്നായിരുന്നു മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തോബ തേടുക, പാപമോചനം തേടുക. ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ഞാൻ ഒരു ദിവസം 70 പ്രാവശ്യം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന്. അപ്പോൾ പടച്ച തമ്പുരാനോട് ഒരു കുറ്റവും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നു എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപപങ്കിലമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന നമ്മൾ എത്രമാത്രം നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടി വരും? ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഖുത്ബയിൽ വളരെ കൃത്യമായി നാം കേട്ടു. അത് ഖുൽഖുൽ അംബിയ, അംബിയാക്കന്മാരുടെ സ്വഭാവമാണ്. നമ്മൾ ചില ആളുകളെ പറ്റി പറയും, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് തമാശ പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണെന്ന് ഓരോ വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിൽ, ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും സ്വഭാവമായിരുന്നു നിരന്തരമായി ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു എങ്കിൽ എത്ര തെറ്റുകൾ ചെയ്താലും, ശിർക്കല്ലാത്ത എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും, അല്ലാഹു പറഞ്ഞത് വലം യുസിറു അലാ മാ ഫഅലു, നിരന്തരം തെറ്റിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അവർ ഒരു തെറ്റ് ചെയ്യുന്നു, പാപമോചനം തേടുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു എങ്കിൽ പടച്ച തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുകയും സങ്കടപ്പെട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് മാറി നിൽക്കുന്നു എങ്കിൽ പടച്ച തമ്പുരാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പിതാവും നമ്മുടെ മാതാവുമായ ആദം, ഹവ്വ, ആ മഹാന്മാർ, ആ മഹദി, അവരിൽ നിന്ന് അപാകത സംഭവിച്ചപ്പോൾ അവർ ചെയ്തതെന്താണ്? റബ്ബന ലലംനാ അൻഫുസനാ ഫഗ്ഫിർ ലനാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് അപാകത സംഭവിച്ചു പോയി, ഞങ്ങൾക്ക് പൊറുത്തുകൊണ്ട എന്നവർ പറഞ്ഞു. അപ്പോൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി വെച്ചത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ കേട്ടു. മഹാനവറുകൾ ഒരു കിബ്തിയെ വധിച്ച സന്ദർഭത്തിൽ പടച്ച തമ്പുരാനോട് മഹാനവറുകൾ പറഞ്ഞു, ലലം തുനഫ്സി, അള്ളാഹുവെ, എൻ്റെ ശരീരത്തെ ഞാൻ ആക്രമിച്ചു, എൻ്റെ അടുത്ത് നിന്ന് അബദ്ധം സംഭവിച്ചു പോയി, പുറത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ച തമ്പുരാൻ മക്കയെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ പടച്ച തമ്പുരാൻ പ്രവാചകനോട് പറയുകയാണ്, നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്
ഫസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്താൽ ഫസ്തഗ്ഫിർ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജയിച്ചടക്കി, മക്കയിലെ ആളുകൾ മഹാനവറുകൾക്ക് വഴങ്ങി. ഇത് പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റല്ല. പക്ഷേ ഉന്നതമായ നേട്ടമുണ്ടാകുമ്പോൾ, ഉന്നതമായ വിജയമുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് പ്രകടമാവേണ്ടത് തൗഹീദിന്റെ അടിക്കല്ലായ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്ന സൂചനയാണ് പരിശുദ്ധമായ ഖുർആൻ ഇതിലൂടെ നമുക്ക് നൽകുന്നത്. അതുപോലെ തൗഹീദ് പറയും, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്തഗ്ഫിർ ലിദംബിക്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു തആല പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും സഹായങ്ങൾ അർത്ഥിക്കാനും റബ്ബ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആ തൗഹീദിനോട് കൂടെ ആഡ് ചെയ്യുന്ന ഫസ്തഗ്ഫിർ ലിദംബിക്, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാപക്കറകളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ സ്ഫുടീകരിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. എന്തിനാണ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നത് എന്ന ചോദ്യമാണ് മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടത്. കാരണം നഹ്നുൽ ഖത്താഊൻ, നിരന്തരമായി തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റ തെറ്റും ചെയ്യാത്ത പ്രവാചകൻ ഒരു ദിവസം 100 പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുക, നിരന്തരമായി തെറ്റ് ചെയ്യുന്ന നമുക്ക് എന്താ സംഭവിച്ചു പോയത്. മഹാനവറുകൾ ഖുത്ബയിൽ നമ്മളോട് ചോദിക്കുകയുണ്ടായി, കം നസ്വീബുക മിനൽ ഇസ്തിഗ്ഫാർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഈ പള്ളിയിൽ, ഈ സദസ്സിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തുന്നത്? നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിൻ്റെ വിഹിതം എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ പ്രവാചകൻ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്രമാത്രം ഇസ്തിഗ്ഫാർ നടത്തി എന്ന ചോദ്യമാണ് നമ്മോട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ആൻസർ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് പ്രകടമാവേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായി, നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തൊരു ദുരന്തമാണെന്ന് നമ്മൾ കാണേണ്ടതില്ല. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലൗലം തുദ്നിബു, അവർ തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, മനുഷ്യർ തെറ്റ് ചെയ്യാത്തവരാണ് ഭൂമിയിലുള്ളത് എങ്കിൽ ആ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. എന്നിട്ട് ലജാഅ ബിക്കും ഖൗമുൻ ആഖരീൻ, വേറെ ആളുകളെ അല്ലാഹു കൊണ്ടുവരും. ആ ആളുകൾ ഇവിടെ വന്ന് തെറ്റ് ചെയ്തിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ജനതയെ അല്ലാഹു തആല കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് അത് തെറ്റ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണേണ്ടതില്ല. മറിച്ച് നമ്മൾ തെറ്റ് ചെയ്താൽ അത് പുറത്തു തരാൻ റഹ്മാനും റഹീമുമായ റബ്ബിന് ഒരു വിഷമമോ ഒരു മുഷിപ്പോ ഇല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ തോന്നിവാസം കാണിക്കുന്നു എങ്കിൽ അവനോട് നമുക്കൊരു വെറുപ്പുള്ളത് പോലെയല്ല. പടച്ച തമ്പുരാൻ, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ പൊറുക്കലിനെ തേടുമ്പോൾ അവന് വല്ലാത്ത സന്തോഷമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ വചനം നമ്മൾ കേൾക്കുകയുണ്ടായി, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ. തെറ്റുകളിൽ കടന്നു പോകുന്ന ആളുകളെ, നിങ്ങൾ പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിൽ നിന്ന്, കാരുണ്യത്തിന്റെ കടലായ റബ്ബിന്റെ ആ കരുണയെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയൊന്നും എനിക്ക് അല്ലാഹു തആല പൊറുത്തു തരില്ല എന്ന ചിന്ത നിങ്ങളുടെ ആരുടെയും മനസ്സിൽ വേണ്ട എന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം സ്ഫുടീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പടച്ച തമ്പുരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമായി പഠിപ്പിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾ രാത്രിയിൽ തെറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും, നിങ്ങൾ പകൽ തെറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. മാത്രമല്ല, നിങ്ങൾ ഈ ഭൂമി നിറയെ പാപവുമായി വന്നാൽ ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും. ആകാശം മുട്ടുന്ന അത്ര ഉയരത്തിൽ നിങ്ങൾ പാപം ചെയ്താൽ എൻ്റെ അടിമകളെ നിങ്ങൾക്ക് ഞാനത് പുറത്തു തരുമെന്ന്
പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അത്തരം ആളുകളല്ല, ആകാശം മുട്ടുന്ന അത്ര തെറ്റ് ചെയ്തവരല്ല, ഭൂമി നിറയെ തെറ്റ് ചെയ്തവരല്ല. നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് അനുസൃതമായിക്കൊണ്ട് നമ്മളിൽ നിന്ന് വരുന്ന അപാകതകൾ, ആ അപാകതകളെ നികത്തി ഹൃദയം സ്ഫുടീകരിക്കാനുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. മാത്രമല്ല, പടച്ച തമ്പുരാനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനവറുകൾ പറയുകയുണ്ടായി, യൻസിലു റബ്ബുനാ വതആല ഇലാ സമാഇദ് ദുനിയ കുല്ല ലൈലത്തിൽ ആഖിർ, എല്ലാ രാത്രിയുടെയും അവസാന ഭാഗത്തിൽ പടച്ച തമ്പുരാൻ ദുന്യവിയായ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹ് ചോദിക്കും, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ നൽകാം, ആരെങ്കിലും എന്നോട് തോപ തേടുന്നവരുണ്ടോ അവർക്ക് ഞാൻ തോപ സ്വീകരിക്കാം, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നവരുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാമെന്ന് പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഇസ്തിഗ്ഫാറിന്റെ അവസരമാണ് പടച്ച തമ്പുരാൻ അവൻ്റെ അടിമകൾക്ക് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഈ ലോകത്തെയും പരലോകത്തെയും ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് പടച്ച തമ്പുരാൻ ഒരുക്കിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ തലയിലേക്ക് കല്ലുമഴ വർഷിപ്പിക്കാൻ റബ്ബിനോട് നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. മാത്രമല്ല, റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം വന്നു. അള്ളാഹു പറയുന്നത്, നബിയെ, നിങ്ങൾ അവരുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ അവർ പൊറുക്കലിനെ തേടുന്നു എങ്കിൽ, അവിടെയുള്ള വിശ്വാസികളും പൊറുക്കലിനെ തേടുന്നു എങ്കിൽ, വഹും യസ്തഗ്ഫിറൂൻ, പൊറുക്കലിനെ തേടുന്നു എങ്കിൽ അദാബ് ഇറങ്ങുകയില്ല. പടച്ച തമ്പുരാന്റെ ഭീകരമായ കോപത്തിന് വിധേയരാകേണ്ടുന്ന രൂപത്തിലുള്ള ദുരന്തങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മളവിടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ ആ ഭീകരമായ ദുരന്തം നമ്മിൽ നിന്ന് ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹ് പറഞ്ഞു, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമാണ്. മിൻ കുല്ലി ഹറജിൻ മഖ്റജ, മിൻ കുല്ലി ഹറജിൻ മഖ്റജ. എന്തൊക്കെ ദുരന്തം നിങ്ങളെ അഭിമുഖീകരിക്കാറുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകുമെന്നാണ് ഈ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, അതേപോലെ ഖതാദ റളിയല്ലാഹു അൻഹു, ഇത്തരം സ്വഹാബികളും താബികളുമായ പണ്ഡിതന്മാർ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച അധ്യയനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റയിരിപ്പിൽ ചില സന്ദർഭങ്ങളിൽ 100 പ്രാവശ്യം ഒരിരിപ്പിൽ തന്നെ റസൂലുള്ളാഹ് ഇസ്തിഗ്ഫാർ നടത്തുന്നത് കുന്നാ നഉദ്ദു, ഞങ്ങൾ എണ്ണിക്കണക്കാക്കുമായിരുന്നു എന്ന്. ചില സന്ദർഭങ്ങളിൽ 70 പ്രാവശ്യം പ്രവാചകൻ ഇസ്തിഗ്ഫാർ നടത്തുന്നത് എണ്ണിക്കണക്കാക്കുമായിരുന്നു എന്ന്. ഈ നമസ്കാരം ജുമാ കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടിയിട്ട് ഒരു 2 ഇസ്തിഗ്ഫാറെങ്കിലും ഹൃദ്യമായി പറയാൻ നമ്മുടെ മനസ്സിന് സാധിച്ചോ എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറ. മനുഷ്യരെ, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും സാമ്പത്തിക പ്രയാസത്തെ, പലരും സന്താന ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ, അതുപോലെ പലരും ജലക്ഷാമത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യർക്ക് ഇന്നത്തെ മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഓഫറാണ്. ഫസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ഇഷ്ടം പോലെ അവൻ നിങ്ങൾക്ക് വെള്ളം നൽകും. വയുംദിദുക്കും ബി അംവാൽ, സാമ്പത്തികമായി പടച്ച തമ്പുരാൻ നിങ്ങളെ സഹായിക്കും. വബനീൻ, സന്താനങ്ങളെ കൊണ്ട് നിങ്ങളെ പടച്ച തമ്പുരാൻ സഹായിക്കും. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗീയ ആരാമത്തിൽ ഇടം നൽകും. എന്നിട്ട് അവസാനം അല്ലാഹ് പറഞ്ഞു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താ നിങ്ങൾ റബ്ബിനൊരു ഗാംഭീര്യം നിങ്ങളുടെ മനസ്സിൽ പ്രകടിപ്പിക്കാത്തത്? ഈ രൂപത്തിൽ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള
ശക്തമായ ഭയം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ മനസ്സ് കൺകുളിർമയായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാ എന്നുള്ള പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ നമ്മിൽ നിന്ന് പ്രകടമാകുമ്പോൾ അവിടെ അരങ്ങേറുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ തൗഹീദിന്റെ അടിത്തറ ഭദ്രമാവുകയാണ് ചെയ്തത്. മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിരന്തരമായി കൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. നിങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ നിരന്തരമായി ഉണ്ടായാൽ നിങ്ങളുടെ ഭവനങ്ങൾ സുരക്ഷിതമാണ്. അതേപോലെ ഖതാദ റളിയല്ലാഹു അൻഹും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞുപോയ മുഴുവൻ സലഫുകളും മഹാരഥന്മാരായ സഹാബാക്കളും അതുപോലെ താബിഈ പണ്ഡിതന്മാരും പരിശുദ്ധമായ ഖുർആനും ആ ഖുർആനിന് മുമ്പ് കടന്നു വന്ന വേദങ്ങൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്തിന്റെ മുമ്പിൽ വെച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ തൗഹീദിന്റെ അടിത്തറയായിക്കൊണ്ട് അവരെല്ലാം കണ്ടത് ഇസ്തിഗ്ഫാറിനെയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മൾ ജീവിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാമുള്ള ശാന്തതക്കും സമാധാനത്തിനും അതുപോലെ ഈ അന്തരീക്ഷത്തിന്റെ സന്തുലിതത്വത്തിനുമെല്ലാം നാം വർദ്ധിപ്പിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാ എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും നമ്മുടെ ഹൃദയത്തെ ഇസ്തിഗ്ഫാർ കൊണ്ട് സ്ഫുടീകരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കും നമുക്കും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.